ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പർ കേസ് ഫോർമുല ഇൻ എക്സൽ. അപ്പോൾ ഞാൻ ഇത് ഷീറ്റ് നമ്പർ 2 എടുത്തു. അപ്പോൾ ഇതാണ് കുറച്ച് പേരടിച്ചിട്ടുണ്ട്. ഇത് സ്മോൾ ലെറ്ററിലാണ് ഞാൻ അടിച്ചത്. ഇത് നമുക്ക് കാൽക്കുലേറ്റർ ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് സുജിത എന്നുള്ളത് ടൈപ്പ് അടിച്ചു കൊടുത്തു. സുജിത എന്നുള്ള ടൈപ്പ് അടിക്കുക, എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചിട്ട് കൺട്രോൾ ഇ ഫ്ലാഷ് ഫില്ല് എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, നമുക്ക് ഇവിടെ വന്നാൽ എല്ലാം ക്യാപിറ്റൽ, ഒറ്റ ടൈം എല്ലാം ക്യാപിറ്റൽ ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് അടുത്ത് കൺട്രോൾ ഇ പ്രസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇത് കണ്ടില്ലേ, ഇതെല്ലാം സ്മോൾ ലെറ്ററിലാണ് അല്ലേ, സ്മോൾ ലെറ്ററിലാണ് കിടക്കുന്നത്. നമുക്കിത് കാൽക്കുലേറ്റർ ആക്കണം. ഇതുപോലെ തന്നെ ഒരു ഫോർമുല ഉപയോഗിക്കാം. ഈസ് ഈക്വൽ ടു അപ്പർ നടിക്കുക. അപ്പർ നിറച്ചിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് ഏത് സെല്ലാണ് വിഷ്ണു എന്നുള്ള ഈ A4 കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ഞാൻ ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചിട്ട് ഇവിടെ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോഴും എന്താണ്, എല്ലാം ക്യാപിറ്റൽ ആയി. കണ്ടല്ലേ, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ അപ്പർ കേസ് ഇൻ ഫോർമുല ഇൻ എക്സൽ